ആക്ച്വലി അങ്ങനെയൊന്നും അല്ല അങ്ങനെ ടൈമാണ് ഇപ്പൊക്കെ ഞങ്ങള് ലാലിനൊപ്പം വീഡിയോ ചെയ്തിട്ടാ ഞാനും സുപ്പിയും വരുന്നത്. കഴിഞ്ഞിട്ട് അറിയില്ല. അതെ 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 ഇവർ തമ്മിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ കുഴപ്പമില്ല അല്ലെ സെറ്റ്. ഇപ്പൊ അടുത്ത് ഞങ്ങള് നെസ്റ്റോന്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നല്ലോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാരും കൂടി വന്നപ്പോഴേ അതെന്താ അത്രയും വലിയ ടീമിനെ വിളിക്കാൻ കഴിയുള്ളൂ. കാരണം ഓന്റെ പേയ്മെന്റ് ഇപ്പോഴും ഞങ്ങള് പറയും അവരെ വിളിക്കണേന് കുഴപ്പമില്ല, പക്ഷെ സെപ്പറേറ്റ് പേയ്മെന്റ് ആവുന്നില്ല പറയും. അത്രയും പേയ്മെന്റ് ആകുമ്പോ അത്രയും വലിയ വലിയ ബ്രാൻഡ്സിനെ അവരെ വിളിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അവർക്കും കൂടി കൊടുക്കുമ്പോ. മറ്റേത് പറഞ്ഞാല് ഓന് എന്താ പുതിയത് വന്ന ഒരു ചെറിയ ആക്ടർ ആയിരുന്നു. അന്ന് ഓനക്ക് ഒരു 5000 3000 ഒക്കെ കൊടുത്താൽ മതിയെന്ന്. ഇപ്പൊ അവനൊക്കെ വലിയ ആളായില്ലേ. അപ്പൊ അവർക്ക് അവരെ റേഞ്ചിൽ കൊടുക്കണം. നിങ്ങള് കൂടെ തന്നെ ഉണ്ട്, പക്ഷെ കുഞ്ഞു മക്കൾക്ക് കുറച്ചും കൂടി അവരോട് അതൊക്കെ ഒന്ന് കുഞ്ഞാപ്പു അതിൽ വലിയൊരു ഫാക്ടറാ. മക്കളെ അതിൽ പിടിക്കാൻ വേണ്ടി പേര് വരെ അറിയാലോ, കുഞ്ഞാപ്പു കുഞ്ഞാപ്പു. ഈവൻ മുടി വരെ അങ്ങനെ കെട്ടിയ കുട്ടികൾ പറയാം കുഞ്ഞാപ്പുന്റെ സ്റ്റൈൽ എന്നാ മുടിക്ക്. അങ്ങനെ വരെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കുട്ടികളെ. അത് വലിയൊരു കാര്യമാണ് ശരിക്കും അല്ലേ? പറയൂ. തീർച്ചയായിട്ടും. അതെ, നിങ്ങളിങ്ങനെ മിണ്ടാണ്ടൊക്കെ ഇങ്ങനെ മിണ്ടണം ഇടയ്ക്കിടയ്ക്ക് അല്ലേ? ശരിക്കും ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്തെ കൊറേ പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് തെറ്റിക്കുന്ന കാരങ്ങളില് കൂടുതൽ ഞാൻ തന്നെയാണ്. ഞാൻ എന്താ ചെയ്യലേ അറിയോ? ഞങ്ങള് രണ്ടാളേ എന്താ ക്യാമറ ഓൺ ആക്കി വെക്കുക. അയാള് തെറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഓഫ് ആക്കിയിട്ട് ആക്ഷൻ ഒക്കെ പറയുമ്പോ പിന്നെയും ടെൻഷൻ കയറുക. അപ്പൊ ക്യാമറ ഓൺ ആക്കിയാണ് വെക്കും. അതില് ആ ഡയലോഗ് പറയും തെറ്റി, പിന്നെയും പറയും. അങ്ങനെ ചെയ്ത് ലാസ്റ്റിൽ തന്നെ ശരിയാവും. അപ്പൊ ആ ലാസ്റ്റിൽ തന്നെ എടുത്തു പറയും. കട്ട് ചെയ്യാതെ എടുത്തിട്ട് ഇനിയിപ്പൊ ഐഫോണിൽ എടുക്കണെച്ചെങ്കിൽ അപ്പൊ തന്നെ അതില് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ എന്താ എഡിറ്റില്, അപ്പൊ തന്നെ അതാണ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ അതൊക്കെ ചിലപ്പോ കൂടുതൽ ഇംഗ്ലീഷ് ഒക്കെ പറയണ്ടല്ലോ, അത് എനിക്ക് പെട്ടെന്ന് അതെത്രയാണ് എന്ത് രസം ചിരി നോക്കുക. അതിന്റെ മുഖമൊക്കെ ഇവിടെ ചകക്കുന്നത് ബ്ലഷ് ഇട്ട പോലെ. ഈ പേരക്കുട്ടികളൊക്കെ ഇല്ലേ? ഒരാളുണ്ട്. അവരെന്താ പറയാ വല്യപ്പന്റെ അല്ല കുഞ്ഞു ബേബിയാ. അപ്പൊ ആയില്ല ഇനി കൊറേ വല്യപ്പനും കൊണ്ട് സ്കൂളിലേക്ക് ഒരു പോക്കുണ്ട് കുട്ടി അല്ലേ? അടിപൊളിയായിരിക്കും. ആ തോളിലങ്ങനെ കയറ്റിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ പോകുമ്പോ രസമാണ്. ശരിക്കും ഇപ്പൊ എല്ലാവർക്കും ഓരോരോ ഫാൻ ബേസ് ഉണ്ട്. മുനിയർക്കൊക്കെ ഉണ്ട്, ഫറൂഖൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങളെ പേര് ഞാൻ വീണ്ടും വിട്ടു. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് എസ്തപ്പാന്നേ കിട്ടുന്നുള്ളൂ. ഹംസപ്പ. അപ്പൊ അങ്ങനെ ശരിക്കും കുറെ ഇൻഡിവിജ്വൽ ആയി തുടങ്ങി. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് ചെയ്യട്ടെ, അങ്ങനെ ഒരു തോന്നൽ വരാൻ എപ്പോഴെങ്കിലും നിങ്ങൾ നോക്കുവോ? എനിക്ക് എന്തായാലും ആ തീരുമാനം വരൂല. നമ്മളൊറ്റക്ക് ചെയ്യാന്നില്ല തീരുമാനം എനിക്ക് വരൂല. അല്ല ഞാന് പറയലുണ്ട് ഹംസമാനോട്, നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ടീം വിളിക്കുകയാണെങ്കിൽ പോയിക്കോളൂ. ഇപ്പൊ നാസറാക്കാന്റെ കൂടെ ഇപ്പൊ 3 റിസോർട്ട് പോയി ചെയ്തു വന്നു. നമ്മളാരെയും പിടിച്ച് നിർത്തലില്ല. ഞാൻ പോണ മുന്നേ വിളിച്ച് ചോദിക്കും എന്താ നാളെ നാളെ പരിപാടി ഉണ്ടോ ചോദിച്ചിട്ട് ഞാൻ ഞങ്ങൾ അരി ഗോഡൌണിലായിരുന്നപ്പോഴും അവിടുത്തെ മുതലാളി ഞങ്ങളെ പിടിച്ചു വെച്ചില്ല. കാരണം അവരോട് ആൾക്കാരെ പറയും ആ ചെക്കന്മാര് എന്താ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആ ഒരു ഗോഡൌണില് ഒതുക്കുമെന്നൊക്കെ ചിലപ്പോ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ഓര് പറയും അടാ ഈ പണി എടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളിന്ന്. ആ സാധനം തന്നെ ഞങ്ങളും പറയും. ഞങ്ങളെ കൂടെ പുതിയ ആൾക്കാർ വന്ന് വൈറലായി കഴിഞ്ഞാല് ഇനി വേറെ നിങ്ങൾക്ക് ഇതിലേറെ മെച്ചം കിട്ടുന്നുണ്ടെങ്കിൽ പൊയ്ക്കോളുണ്ടെന്ന് പറയും. ലാലിനോട് പറഞ്ഞ പോലെ. അങ്ങനെ ലാല രക്ഷപ്പെട്ടു. ഇനിയിപ്പൊ ഞങ്ങളപ്പം പോയി കഴിഞ്ഞാല് ആ ഒരു ലെവലിൽ ഞങ്ങള് ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ.